ഇവിടെ കോളിഫ്ലവറിനെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ അകത്ത് ചിലപ്പോൾ പുഴുവൊക്കെ കാണും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത്. അടുത്തായിട്ട് നമ്മളിതിൻ്റെ മാരിനേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി ഞാൻ ഈ ബാറ്ററിലേക്ക് കുറച്ച് സോയ സോസാണ് ഒഴിച്ചത്. ഡാർക്ക് സോയ സോസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി വേണ്ടത് ഞാനിവിടെ എടുത്തേക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിക്കാം. സോയ സോസ് ഞാനൊരു 1 ടേബിൾ സ്പൂണും ചില്ലി ഗാർലിക് സോസ് ഞാനൊരു 1/2 ടേബിൾ സ്പൂണുമാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു തിക്ക് ബാറ്ററായിട്ട് ഇതിനെ കലക്കിയെടുക്കണം. ഒത്തിരി ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ മുകളിലത് കോട്ടാവില്ല. ചിക്കനൊക്കെ കോട്ട് ചെയ്യുന്നത് പോലെയല്ല, കോളിഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള സോസ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത് കോട്ടായി വരില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനതിനെ ഒരു ബാറ്ററാക്കി കലക്കിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ബാറ്റർ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ബാറ്റർ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്. ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ മുറിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇടാം. ഞാനൊരു 1/2 kg കോളിഫ്ലവറാണ് ഇവിടെ മുറിച്ച് വെച്ചേക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ച് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പാത്രത്തിൽ ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് വറുത്ത് എടുക്കാം. എണ്ണ ചൂടായെന്നറിയാൻ നമുക്ക് ഒരു ഡ്രോപ്പ് ഒന്ന് ഇതിലേക്ക് ഇട്ട് നോക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ആദ്യത്തെ ബാച്ച് കോളിഫ്ലവർ ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറം ആവുന്നവരെ നമ്മളിതിനെ വറുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ടും സോസിൻ്റെ കളർ കൊണ്ട് നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറും എല്ലാം ചേർക്കാം. ഞാനിവിടെ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വറക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെ നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. കോളിഫ്ലവർ വറക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി ഇവ അരിഞ്ഞത് ഇടാം. ഇത് നല്ലൊരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല ഇടുന്നതിന് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പാൻ നല്ല ചൂടായതുകൊണ്ട് ഇട്ട വഴിക്ക് തന്നെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ്. നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത സോസിൻ്റെ അകത്തൊക്കെ കുറച്ച് സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. നമ്മുടെ സോസ് പതുക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. അപ്പം നമ്മളിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അല്ലാതെ സോസിൻ്റെ കളർ ഉള്ളതുകൊണ്ട് ഇതിന് നല്ല റെഡ് കളറുണ്ട്. വേറെ കളറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഗ്രേവി വേണമെങ്കിൽ നമ്മളിനി കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഇനി വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ. ഇനി നമ്മൾ ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കൊരു വെള്ളത്തിൻ്റെ ചുവ വരും. അത് വരാതിരിക്കാൻ വേണ്ടി നല്ല ചൂടുവെള്ളം വേണം നമ്മളിനി ഗ്രേവി കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഗ്രേവി ഒന്ന് കുറച്ച് തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഗ്രേവിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ എൻ്റെ ഗ്രേവി ആവശ്യത്തിന് തിക്കാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇത് പതുക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം കോളിഫ്ലവറിന് വേണ്ടി കലക്കിയ ബാറ്റർ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അത് കളയേണ്ട ആവശ്യമില്ല. അത് കൂടുതലുണ്ടെങ്കിൽ അത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഗ്രേവി നല്ല ഷൈനിങ് ആയി തിക്കായി കിട്ടും. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പും എരിയും എല്ലാം നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ക്രിസ്പി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് മാറ്റാം.